ഇതിനെ ശബരിമല കൊള്ള, അതായത് ശബരിമലയിലെ കൊടും കൊള്ള അങ്ങനെ തന്നെ പറയണം. സ്വർണം അടിച്ചു മാറ്റി, അയ്യപ്പന്റെ സ്വർണം ഒരു ഉളുപ്പുമില്ലാതെ അടിച്ചു മാറ്റിയ കേസിൽ മുരാരി ബാബു എന്ന് പറയുന്ന തട്ടിപ്പ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം SITക്ക് വളരെ നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചു എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഒരു ചെറിയ വിവരം മാത്രമല്ല, വലിയ മീനുകൾ കുടുങ്ങുന്ന വിവരമാണ് എന്ന തരത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. ഏതൊക്കെയാണ് ആ മീനുകൾ? തീർച്ചയായും മുരാരി ബാബു എന്ന് പറയുന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സന്തത സഹചാരി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിയെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തതിൽ നിന്നും കേരളം ഞെട്ടുന്ന ഒരു പ്രമുഖൻ ഉൾപ്പെടെയുള്ളവരുടെ പേര് പുറത്ത് വന്നിട്ടുണ്ട്. അതായത് അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേവസ്വം ബോർഡുമായി അടുത്തിടപഴകുന്ന കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും പരിചയമുള്ള ആ വ്യക്തിയുടെ പേര് തൽക്കാലം നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ ആ വ്യക്തി എല്ലാവർക്കും അറിയാം. ആ വ്യക്തിയുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘത്തു നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ശബരിമലയുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ക്ഷേത്രം സന്ദർശിച്ച, ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസവുമില്ലാത്ത വ്യക്തിയുടെ പേരാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അത് ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, മന്ത്രിസഭയിൽ ഒരു അംഗമാണോ എന്ന ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ പേര്, നമുക്ക് കൃത്യമായി ആ പേര് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് പുറത്തു പറയരുത് എന്നൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ പേര് പുറത്തു വിടാത്തത്. പക്ഷേ അയാൾ അറസ്റ്റ് ചെയ്യാൻ പിണറായി സമ്മതിക്കുമോ? എന്തായിരിക്കും? അവിടെയാണ് പ്രശ്നം വരുന്നത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വതന്ത്രമായി കേസ് അന്വേഷണത്തിന് വിനിയോഗിച്ചാൽ, അല്ലെങ്കിൽ സ്വതന്ത്രമായ അന്വേഷണത്തിന് അവരോട് ഉത്തരവിട്ടാൽ ഒരു സംശയം വേണ്ട, ഇന്നോ നാളെയോ ആയിക്കൊണ്ട് കേരളത്തിലെ ഒരു പ്രമുഖൻ ജയിലരിക്കുള്ളിലേക്ക് പോകും. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ, മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന ആ ഉന്നത വ്യക്തിയെ അറസ്റ്റ് ചെയ്യിക്കാൻ പിണറായി വിജയൻ തയ്യാറാകുമെന്നൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ മുരാരി ബാബു തത്ത പറയുന്നത് പോലെ ആർക്കൊക്കെയാണ് ഇതിൽ പങ്കുള്ളത്? ആ ഉന്നതന് മാത്രമല്ല, ചെറുകിട ആളുകൾ മുതൽ വൻകിട ആളുകൾ വരെ പലരുടെയും പേരുകൾ പറഞ്ഞിട്ടുണ്ട്. മുരാരി ബാബു ഇതിനോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തിന് ഞെട്ടിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി ലഭിച്ചിരിക്കുന്നത്, ഏറ്റുമാനൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ അറ്റകുറ്റപ്പണിക്ക് തേക്ക് വേണമെന്ന് ഇദ്ദേഹം ആവശ്യപ്പെട്ടു വനം വകുപ്പിനോട്. ഈ വനം വകുപ്പ് ക്ഷേത്രാവശ്യത്തിനായതുകൊണ്ട് ലേലം വിളിയൊന്നുമില്ലാതെ തേക്ക് നൽകി. പക്ഷേ ഏറ്റുമാനൂർ ക്ഷേത്രത്തിന്റെ വാതിൽ നിർമ്മിച്ചത് മറ്റെന്തോ മരം കൊണ്ടും ഈ തേക്ക് ഇയാളുടെ വീടിലാണ് നിർമ്മിച്ചതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് പരിശോധന നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 കോടി രൂപ ഉപയോഗിച്ചാണ് ഇയാളുടെ വീട് നിർമ്മാണം പൂർത്തീകരിച്ചത്. ചങ്ങനാശ്ശേരി പെരുന്നയിൽ 2 കോടി രൂപ ഉപയോഗിച്ച് വീട് നിർമ്മാണം പൂർത്തിയാക്കി. വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് മേൽത്തരം തേക്ക്, വീട്ടി പോലുള്ള മരങ്ങളാണ്. ഈ പല മരങ്ങളും ഈ ക്ഷേത്രങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാണ് ഇവർ വനം വകുപ്പിൽ നിന്ന് ഈ മരങ്ങൾ ശേഖരിച്ചത്. വനം വകുപ്പ് ഈ മുരാരി ബാബുവിന് ഇതിൽ പങ്കുണ്ടെന്ന്, ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് വനം വകുപ്പ് പഴയ കാര്യങ്ങൾ ചകഞ്ഞത്. ആ വിവരം കിട്ടാൻ കാരണം എന്താ വെച്ചാൽ, വനം വകുപ്പ് CPMന്റെ കയ്യിലല്ല. പക്ഷെ ഇനി പുറത്തു വന്ന സ്ഥിതിക്ക് ഇനി അന്വേഷണം മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. വനം വകുപ്പ് ഇടമുന്നിലെ മറ്റൊരു ഘടകകക്ഷി ഭരിക്കുന്ന ആണ്, വനം വകുപ്പിന്റെ മന്ത്രി ആയതുകൊണ്ടാണ് ഈ വിവരം ഉദ്യോഗസ്ഥരിൽ നിന്ന് പുറത്തു വന്നത്. കാരണം ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്ക് വാങ്ങിയ മരം മുരാരി ബാബുവിന്റെ വീട്ടിൽ കട്ടിലയായ ജനവാതിലായിട്ടും പിന്നെ വാതിലായിട്ടും, അതോടൊപ്പം തന്നെ വാതിന്റെ ഉമ്മറപ്പടിയിൽ ഇത് മറ്റേ ചുമരിൽ ഇത് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വളരെ ഗംഭീരമായിട്ട് തേക്ക്, ഇതൊക്കെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്ക് വാങ്ങിയതാണ്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഇദ്ദേഹം മറ്റേ കട്ടിലുണ്ടാക്കി വല്ല ഉപ്പൂത്തിയോ അങ്ങനെ എന്തോ മരം കൊണ്ടാണ്. ആ വനംവകുപ്പ് കൃത്യമായി വിവരം കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഇനി അന്വേഷണം മുന്നോട്ട് പോകുമെന്നറിയില്ല. കാരണം ഈ വിവരം വനംവകുപ്പ് ചോർന്ന സ്ഥിതിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണുള്ളത്. കൃത്യമായ അന്വേഷണം നടക്കുകയാണെങ്കിൽ മന്ത്രിസഭയിലെ ചില ആളുകളുടെ തല ഉരുളാനുള്ള സാധ്യതയുണ്ട്. CPMന്റെ മാനസപുത്രന്മാരിൽ പലരുടെയും തല ഉരുളാനുള്ള സാധ്യതയുണ്ട്. ദേവസ്വം ബോർഡിലെ CPM അനുകൂല സംഘടനയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ തല ഉരുളാൻ സാധ്യതയുണ്ട്. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മൂക്ക് കയറിട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുരാരി ബാബുവിന്റെ അറസ്റ്റോടുകൂടി അന്വേഷണം നിലച്ച മട്ടാണെന്നാണ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അന്വേഷണ സംഘത്തിന് എടുത്തു കാണിക്കാനുള്ളത്, അന്വേഷണ സംഘത്തെ നമുക്ക് പൂർണ്ണമായും കുറ്റം പറയാൻ കഴിയില്ല. കാരണം ആര് ഭരിക്കുന്നോ അവർ പറയുന്നത് ചിലപ്പോൾ അനുസരിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്ര നല്ല പോലീസ് ഉദ്യോഗസ്ഥനായാലും അദ്ദേഹത്തിന് പോകേണ്ടി വരും. അവരെ കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ ഈ മോഷ്ടിച്ച സ്വർണം കണ്ടെടുക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിലെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് ഈ കേസിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. തീർച്ചയായും അവ കൃത്യമായി കുറ്റപത്രം കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ തന്നെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിൽ കോടതിക്ക് ഒരു സംശയം തോന്നിയാൽ, ഒരു ലീഡിലേക്കുള്ള കണ്ണി വിട്ടുപോയിട്ടുണ്ട് എന്ന് കോടതിക്ക് സംശയം തോന്നിയാൽ അത് അന്വേഷിക്കാൻ കോടതി പറയുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പൊ. തീർച്ചയായും അത് മാത്രമാണ് ഈ അന്വേഷണ സംഘത്തിലുള്ള പ്രതീക്ഷ. കാരണം ഏതെങ്കിലും തരത്തിൽ ഇതിൽ കളവ് കോടതിയിൽ സമർപ്പിച്ചാൽ കോടതി കൃത്യമായി എടുത്ത് പഠിച്ച്
ആ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച ഉദ്യോഗസ്ഥന് വരെ അത് ഭീഷണിയായി മാറാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ ജോലിയെ വരെ ബാധിക്കുന്ന വിഷയമാണ്. മാത്രമല്ല ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ അന്വേഷണം തൃപ്തികരമല്ലെങ്കിൽ കോടതിക്ക് നേരിട്ട് CBIക്ക് വിടാം. CBIക്ക് വിടാം. അത് വലിയൊരു പ്രശ്നമാണ്. വലിയ സംസ്ഥാന സർക്കാരിന്. പക്ഷെ എങ്ങനെ ഒരു ഭാഗത്ത് ഈ ഒരു വാള് തലയ്ക്ക് മേലെ തൂങ്ങി നിൽക്കുന്നു, മറുഭാഗത്ത് കൃത്യമായി അന്വേഷണം നടത്താൻ പിണറായിയുടെ മാനസപുത്രന്മാർക്ക് പലർക്കും ജയിലിൽ പോകേണ്ടി വരും. എന്ത് ചെയ്യും? പിണറായി ഏത് സമീപനം സ്വീകരിക്കുമെന്നാണ് കണ്ടറിയില്ല. ചെകുത്താന്റെയും കടലിന്റെ നടുക്കാണ് പിണറായി വിജയനുള്ളത്. അല്ല, ചെറിയ മീനുകളെ തൽക്കാലം ഇട്ട് കൊടുത്തിട്ട് വലിയ മീനുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ള നിലപാടിലേക്കായിരിക്കും മുഖ്യമന്ത്രി തീർച്ചയായും. അതിന്റെ ഭാഗമായിട്ടാണ് മുരാരി ബാബുവിന്റെ അറസ്റ്റ് നടന്നത്. ഇനിയും 1-2 ആളുകളുടെ അറസ്റ്റ് നടന്നാൽ പോലും നമുക്ക് അത്ഭുതപ്പെടാനില്ല. കാരണം മുരാരി ബാബു കൃത്യമായി തത്ത പറയുന്ന പോലെ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, മുരാരി ബാബുവിന് 2 കോടി രൂപ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് എത്ര ശമ്പളം കിട്ടും? 2 കോടി രൂപയുടെ വീട് നിർമ്മിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കോടി പുറത്തു വരുന്ന വിവരമാണ്. എത്ര രൂപയുടെ നമുക്കിപ്പോഴും തിട്ടപ്പെടുത്തിയിട്ടില്ല. ആ അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്രോതസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വനം വകുപ്പിൽ എന്തായാലും കൃത്യമായ റിപ്പോർട്ട് പോയിട്ടുണ്ട്. ഇനി പ്രത്യേക അന്വേഷണ സംഘമാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. പക്ഷേ അവിടെയും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏറ്റുമാനൂരപ്പനെ കാണിച്ച് ഇദ്ദേഹം നടത്തിയ തട്ടിപ്പ്. ഏറ്റുമാനൂർ അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞ വനം വകുപ്പിനെ സമീപിച്ച് അവിടെ നിന്ന് തേക്ക് വാങ്ങി ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ദൈവത്തെ വിറ്റ് ഏറ്റുമാനൂരപ്പനെ വിറ്റ് കാശാക്കിയ വ്യക്തിയാണ് മുരാരി ബാബു. ശബരിമല അയ്യപ്പനെ വിറ്റു, ഏറ്റുമാനൂർ അപ്പനെ വിറ്റു. അങ്ങനെ പല ഏതൊക്കെല്ലാം ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ടോ അവിടുത്തെ പ്രതിഷ്ഠകളെല്ലാം ഇയാൾ വിറ്റിട്ടുണ്ട്. പക്ഷേ സ്വർണം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അയ്യപ്പന്റെ കൃപാകടാക്ഷം കൊണ്ട് മാത്രമാണ് ഈ സ്വർണം വീണ്ടെടുക്കാൻ കഴിഞ്ഞത്. അല്ല, ഇതിനെല്ലാം സഹായം ചെയ്തത് CPM-ഉം ഈ പറയുന്ന ദേവസ്വം ബോർഡുമാണ്. കാരണം ദേവസ്വം വിജിലൻസും വനം വകുപ്പും പോലീസും ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് കൊടുത്തിട്ടും അതൊന്നും പരിഗണിക്കാതെ ഇയാളെ ഓരോ ക്ഷേത്രങ്ങളിലേക്ക് മാറ്റി കൊടുത്തത് തീർച്ചയായും വകുപ്പും ദേവസ്വം മന്ത്രിയും തന്നെയാണല്ലോ. അത് ഈ വാസവം മാത്രമല്ല, മുൻ ദേവസ്വം മന്ത്രി രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിൽ പങ്കുണ്ട്. അതിന്റെ മുമ്പുള്ള ദേവസ്വം മന്ത്രിക്ക് പങ്കുണ്ട്. തീർച്ചയായും. ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ശബരിമലയിലെ ശ്രീകോവിലിന്റെ മുകൾ ഭാഗം ഊരിക്കൊണ്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് പൊളിഞ്ഞു പോയതാ. ഇത് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ മാത്രമാണ് അത് പൊളിഞ്ഞു പോയത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായക വിവരം പുറത്തു വന്നിട്ടുണ്ട്, അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അന്വേഷണ സംഘത്തെ സ്വതന്ത്രമായി ഇത് അന്വേഷിച്ച് വൻ സ്രാവുകളെ പിടികൂടാനുള്ള ഉത്തരവ് മുഖ്യമന്ത്രി തലത്തിൽ നിന്ന് ലഭിക്കണം. അതിനുവേണ്ടിയായിരിക്കും അവർ കാത്തിരിക്കുന്നത്. അങ്ങനെ ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇത് അയ്യപ്പനും ഇവരും തമ്മിലുള്ള കളിയാണ്. അതുകൊണ്ട് സത്യം പുറത്ത് അയ്യപ്പന്റെ ഈ നമ്മൾ ചിന്തിക്കണം, ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം വാങ്ങിയ ആളുടെ ഗോഡൌണിൽ അതേപോലെ കിടക്കുക. അദ്ദേഹം മറ്റൊരാവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയ്യപ്പന്റെ കൃപാകടാക്ഷം കൊണ്ട് മാത്രമാണ് തിരികെ കിട്ടിയത്. ഇനിയും അയ്യപ്പന്റെ ഇത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു മോഷണം മുതൽ പൂർണ്ണമായും തിരികെ കിട്ടിയിട്ടില്ല. എന്ത് സംശയം? ഒരു സംശയം കിട്ടിയിട്ടില്ല. അത് ഈ പറയുന്ന പോലെ ഇയാൾക്ക് കൊടുത്തത് ഒരു 50 പവൻ മാത്രമൊന്നും അല്ല കൊണ്ടുപോയത്. അവിടുന്ന് 50 പവനല്ല. അതോടൊപ്പം യോഗദണ്ഡിലെ സ്വർണവുമായി ബന്ധപ്പെട്ട് അതിന്റെ വാർത്തകൾ പിന്നെ വന്നിട്ടില്ല. അത് തിട്ടപ്പെടുത്താനുണ്ട്. പത്മകുമാറിന്റെ മകൻ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ പത്മകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലടക്കുന്നു? അങ്ങനെയാകുമ്പോൾ വലിയ പ്രശ്നമാകും. യുവതി പ്രവേശന സമയത്ത് അദ്ദേഹമായിരുന്നു പ്രസിഡന്റ്. അദ്ദേഹം പലതും തുറന്നു പറയാം. അന്ന് തന്നെ ചില വിഷയങ്ങളിൽ അദ്ദേഹം എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് സർക്കാരുമായി, പിണറായി വിജയനുമായി. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്താൽ അദ്ദേഹം പലതും തുറന്നു പറയും. അതുകൊണ്ട് പത്മകുമാറിനെ സംരക്ഷിക്കേണ്ടത് CPM-ന്റെ ആവശ്യമാണ്. ഇത്തരം യോഗദണ്ഡ് പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതായത് PS പ്രശാന്ത് പ്രസിഡന്റ് ആയതിനു ശേഷമാണ് മേൽക്കൂരയ്ക്ക് മുകളിലുള്ള സ്വർണ്ണം ഇളക്കി മാറ്റി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയത്. ഇത് എന്തോ ഭാഗ്യത്തിന് ആരോടോ ഭാഗ്യത്തിന് അയ്യപ്പന്റെ കടാക്ഷം കൊണ്ടായിരിക്കാം ദേവസ്വം ബെഞ്ച് ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടുന്നത് കൊണ്ട് മാത്രമാണ് ശബരിമല ക്ഷേത്രം അവിടെ നിലനിൽക്കുന്നത്. മേൽക്കൂര പോലും അടിച്ചു കൊണ്ടുപോകാൻ നോക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് എത്രമാത്രം ഭീകരമാണ് ഈ അവസ്ഥ. അയ്യപ്പന്റെ വിഗ്രഹത്തിൽ നിന്ന് വരെ എന്തൊക്കെ മോഷ്ടിച്ചിട്ട് ദൈവത്തിന് മാത്രമേ അറിയൂ. കൊള്ള സംഘത്തെയാണ് നിയമിക്കുന്നത്. തീർച്ചയായും കാട്ടുകള്ളൻ എന്ന് വിശേഷിപ്പിക്കുന്ന വീരപ്പന അയ്യപ്പ ശബരിമലയുടെ ചുമതല കൊടുത്തിട്ടുണ്ടെങ്കിലും നടക്കില്ലായിരുന്നു അവിടെ. കാരണം അതിലും വലിയ കൊള്ളയാണ് ശബരിമല നടക്കില്ല. വീരപ്പനാണെങ്കിൽ ഒരു മര്യാദക്കേ കാക്കൂ. അയാൾ കട്ടതിന്റെ ഒരു പകുതി ദൈവത്തിന് കൊടുത്തിട്ടുണ്ട് പല സമയങ്ങളിലും. തമിഴ്നാട്ടിലൊക്കെ പല അമ്പലങ്ങൾക്കും അയാൾ ദാനം ചെയ്ത് പാവപ്പെട്ടവർ കൊടുത്തിട്ടുണ്ട്. അതല്ല വീരപ്പൻ ആരും ഒറ്റാതെ ഗ്രാമവാസികൾ ആരും വീരപ്പൻ ഒറ്റിയിരുന്നു ഇല്ല. പക്ഷെ ഇവിടെ ഒരു 10 പൈസ ഒരാൾ കൊടുക്കുന്ന അല്ല, വീരപ്പൻ ജീവിച്ചവരുടെ അയാൾ ആത്മഹത്യ ചെയ്യുന്നു. ഇത് കേട്ടിട്ട് എനിക്ക് വളരെ രസകരമായ ഒരു ന്യായീകരണമായിട്ട് തോന്നിയെന്നറിയോ? ചില സഖാക്കളൊക്കെ വന്നിട്ട് പറയുന്നുണ്ട്, അമ്പലത്തിന് എന്തിനാണ് ഇത്ര പൈസ, അത് പോവുകയാണെങ്കിൽ അത് ഇവരെ കക്കാനുള്ളത്. അതാ ന്യായീകരണം. നോക്കണം, അത് ഇവർക്ക് കക്കാനുള്ളതാണോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഇരിങ്ങോൾക്കാവ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 200 കിലോ സ്വർണ്ണമാണ് കാണാണ്ടായത്. അത് അവിടുത്തെ നാഗഞ്ചേരി മന എന്ന് പറയുന്ന ആ നമ്പൂതിരി കുടുംബത്തിന്റെ പാരമ്പര്യ സ്വത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയതാ. അവരാ രത്നങ്ങളും സ്വർണവും ഉൾപ്പെടെ ആർക്ക് കൊടുത്തു? ക്ഷേത്രത്തിന്, ദേവസ്വം ബോർഡിന് കൊടുത്തു. അത് അങ്ങനെ തന്നെ അടിച്ചോണ്ട് പോയി.
ഈ അതിനേക്കാൾ നല്ലത് അത് അവർക്ക് അവിടെ തന്നെ വെക്കുന്നത്. അത് അവിടെ വെക്കുന്നില്ല. അവർക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക പ്രശ്നം വരെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അല്ലാണ്ട് ഈ ചോദ്യം ക്യാപ്സ്യൂളുകൾ ദൈവത്തിന് എന്താ സ്വർണവും പണവും? ദൈവത്തിന് സ്വർണവും പണവും വേണേൽ നമുക്ക് കൊണ്ടുപോകാനല്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡിന് ഒരു അറിയിപ്പിറക്കി കൂടെ, ആ ഇനി മുതൽ സ്വർണമോ പണമോ അമ്പലങ്ങളിൽ വേണ്ട എന്ന് വെച്ചാൽ പോരെ? ഈ സർക്കാരിന് പറഞ്ഞാൽ പോരെ? സംസ്ഥാന സർക്കാർ തീരുമാനിച്ചാൽ പോരെ? എന്താ തീർച്ചയായും അങ്ങനെ തീരുമാനിക്കാൻ അല്ലെങ്കിൽ കാണിക്ക മാത്രം ഇട്ടേക്കാം എന്നുള്ള നിലപാടെടുത്താ പോരെ? ആരും സ്വർണം സമർപ്പിക്കണ്ട, അതെ, ദൈവത്തിന് സ്വർണം ആവശ്യമില്ല എന്ന് പറയാൻ അന്ന് നിർത്തിപ്പോവും ഈ ദേവസ്വം ബോർഡ്. തീർച്ചയായും. കാരണം ശബരിമലയിലെ ദേവസ്വം ബോർഡ്, ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ക്ഷേത്രത്തിലും മലബാർ ദേവസ്വം ബോർഡിലെ ക്ഷേത്രത്തിലും കൊച്ചിൻ ദേവസ്വം ബോർഡിലെ കീഴിലുള്ള ക്ഷേത്രത്തിലെയും ദേവസ്വം ബോർഡ് CPM ഭരിക്കുമ്പോൾ അവർക്കൊരു കറവ പശുവാണ്. പിൻവാതിലൂടെ ഒരുപാട് ആളുകൾ ഇവർ നിയമനം നടത്തും ക്ഷേത്രങ്ങളിൽ മറ്റ് പല ജോലികൾക്ക് വേണ്ടിയിട്ട്. ആ പിൻവാതിൽ നിയമനം നടത്തുന്ന ആളുകളിലൂടെ വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്താനുള്ള അവസരം അവർ ഒരുക്കി നൽകും. പിന്നെ ഇതുപോലെയുള്ള CPMന്റെ സഹയാത്രികളായ ഉദ്യോഗസ്ഥരെ ചേർത്ത് പിടിച്ച് വലിയ കൊള്ള നടത്തും. ഇവരുടെ നിർഭാഗ്യവശാൽ, അതായത് ഈ കൊള്ളക്കാരുടെ നിർഭാഗ്യവശാൽ ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ വിവരം പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും മുരാരി ബാബുവിന്റെ നിർണായകമായ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രമുഖർ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുമോ, അറസ്റ്റ് ഇന്നുണ്ടാകുമോ അതോ നാളെയിലേക്ക് മാറ്റിവെക്കുമെന്നത് മാത്രമാണ് കണ്ടറിയാനുള്ളത്. തീർച്ചയായിട്ടും.